ബേബി ഞാൻ ഷാർപ്പ് 10 AM തന്നെ ബീച്ചിലെത്തും. ഡോണ്ട് വറി. ആന്റി ശംഖുമുഖത്തേക്കുള്ള ബസ് പോയായിരുന്നു? ഇല്ല, ഞാൻ അങ്ങോട്ടേ പോന്നിരിക്കുന്നത്. കൊച്ചി ജനിച്ചില്ലേ, അതിനെ കാണാൻ വേണ്ടി പോണതാ. അല്ല, ഫോണിൽ കൂടെ ബേബി തന്നെ വിളിക്കണായിട്ട്. ആന്റി ബേബി എന്ന് പറഞ്ഞത് എന്റെ ലവറിനെ വിളിച്ചതാണ്. വാ, ഫെബ്രുവരി ആയില്ലേ, അതിന്റെ കുത്തിക്കിടപ്പ് തുടങ്ങി കാണും. അങ്ങനെയല്ല, ഇതെന്റെ 15 വർഷത്തെ ദിവ്യ പ്രണയമാണ്. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോ തന്നെ പ്രണയിച്ചു തുടങ്ങിയാടാ. എന്റെ പാൽപ്പല്ല് പറഞ്ഞു പോയില്ല. മെനിങ്ങനെ സെറ്റ് ആയതേ ഉള്ളൂ ആന്റി. അങ്ങനെ പറ വേണല്ലേ, ഭർത്താവ് മക്കളുള്ള കൊച്ചിലടാ. മൈ ബേബി ഈസ് എ പ്യൂർ സോൾ. ആ കെട്ടൻ പറയാ ഷോളാണ് നൈറ്റിയാണെന്ന്. വീട്ടുകാർക്ക് അറിഞ്ഞാ ഒളിച്ചോടും പറയുമായിരിക്കും. ജോലി അവൾക്ക് ഗവൺമെന്റ് ജോലിയുണ്ട്, ഞാൻ കാഷ്യർ. അവളെ കൊണ്ട് തരുന്ന പൈസ നീരുന്ന എണ്ണമായിരിക്കും, അതായിരിക്കും കാഷ്യർ. കറങ്ങാനൊന്നും പോണില്ലേ? ബീച്ചിൽ പോകുന്നുണ്ട്. പിന്നെ അവിടെ പോയി മണൽ വാരി തിന്നാണ് രണ്ടുപേർ കൂടി. നോ, എന്റെ ബേബിക്ക് ഞാൻ കപ്പലണ്ടി വാങ്ങിച്ചു കൊടുക്കും. തന്തേരെ പോകരി തപ്പിയപ്പം 20 രൂപ കിട്ടിയാണോ അല്ലേ? അവളിട്ടിട്ട് പോകുമ്പോഴേ പറയണം. അല്ലെ ചെറുക്കന്റെ മുടി എങ്ങനെ വെട്ടിട്ട്? നീ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. പൊടിക്കാ പിടിച്ചുവിടേ. എനിക്ക് പൊതിക്കാപ്പ് വേണ്ട, ബെക്കാൻ സ്റ്റൈൽ മതി. ബെക്കാമ അതാരി? അണ്ണാ നമ്മളെ പേർഷ്യന്ന് വന്ന അബു ബക്കർ, അവന് ഞാനല്ലേ മുടി വെട്ടി കൊടുത്ത. മാമ എനിക്ക് അപ്പാച്ചി കത്ത് വെത്തോ? ആ കട്ടി എനിക്കറിയാം മക്കളെ. ഏത് അപ്പച്ചിയുടെ കട്ട് വേണം? സുലോചനയുടെ അല്ല ഗായത്രിയുടെ? ഇങ്ങനെ എന്ത് പറയണ വലത്ത? എനിക്ക് മുള്ളത്ത് മതി, മുള്ളത്ത്. മക്കള് മുള്ളിയിട്ടാ തൂറിട്ടാ പതുക്കെ വന്നാ മതി. മാമ ഇവിടെ എപ്പോഴും കാണും. പിന്നെ പിന്നെ മാമ മിലിറ്ററി അടിക്കോ? മിലിറ്ററി അടിക്കൊന്ന് ഒരു കുപ്പി ഇവിടെ കൊണ്ടുവച്ച് നോക്ക്. മിലിറ്ററി അല്ല, ജവാനും അടിച്ചിവിടെ പാമ്പായിട്ട് കിടന്ന് ആടും. അണ്ണൻ അറിയാം. ചുമരടാ ചെറുക്കിരിക്കുമ്പോഴാണ്. പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട, ബസ്കത്ത് അത് മതി. 10 രൂപ മുടി വെട്ടാൻ സമ്മതിച്ച ബസ് ടിക്കറ്റ് അല്ല, ഈ വല്ലിച്ച വണ്ടർല ടിക്കറ്റ് വരെ വാങ്ങിച്ചു തരും. നിങ്ങൾ എന്തൊരു വിവരമില്ലായ്മ എന്നാ പറയണത്? ചെറുക്കൻ ബിസ്ക്കറ്റ് അല്ലേ ചോദിച്ചത്? മക്കള് പറ, ടൈഗർ വേണോ ചായ ബിസ്കൂട്ട് വേണോ? നീ പോന്ന പത്തി, നിനക്കൊന്ന് പൊത്ത ഇറങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി. ചെറുക്കനെല്ലാം മനസ്സിലായി തുടങ്ങി. എന്നെ ഒന്നും നോക്കല്ല, പിടിക്കണ്ടവനെ. ഇപ്പച്ചിന്റെ പൈസ കക്കാറിന് കഴിഞ്ഞാൽ പറ്റ മോശമാണ്. ചോദിച്ചിട്ട് എടുക്കാം. ഇപ്പച്ചിയെ നല്ലൊരു കാര്യം ചെയ്യാം. ഇച്ചറിയാ ഹലാലായ കക്കനെ എങ്ങനെയാണ്. എന്താ കുഞ്ഞാപ്പോ, ഇപ്പച്ചു ലാസം പൈസ വേണം. എന്റെ പോക്കറ്റിലുണ്ട്, എടുത്തോ. ആ പറ്റിയ എടുത്തോ. ആ എടുത്തുക്കളെ പറ്റിയ നല്ല പറ്റി നോക്കി പോയിക്കോ. ഓക്കെ പറ്റിയ. പിന്നെ നിങ്ങളെല്ലാരും കൂടിയാണ് കല്യാണത്തിന് പോയാ ഞാൻ പറഞ്ഞ പട്ടിണി കിടക്കല്ലേ. അതുകൊണ്ട് ഇച്ചാ എന്റെ മഞ്ഞളൊന്നും കൂട്ടണ്ട, നല്ലതെന്നാ. അല്ല എന്താ നിങ്ങൾ ആരെ നെട്ടിച്ചെന്ന് കൊമ്പങ്കാട് പോയനെ? ഒരു ദിവസം 139 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ 3 നേരത്തെ ഫുഡ് കജ്ജിന്റെ ഉള്ളനടിക്ക് എത്തിച്ചേരാൻ പോയിക്കണ ആൺകുട്ടികൾ ഇപ്പൊ നാട്ടിലുണ്ട് കേട്ടോ. ജാജായി നെട്ടിച്ചാൽ ഇന്ന നെട്ടിച്ചേരുതേ. പിരാഗടി നല്ലോ പിരാഗേ. കാസ് കട്ട് കോയ മണി മണി. കാസ് കട്ട് കോയ മണി മണി. മണി